അപ്പൊ ഇതില് നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം തരും. അതായത് അനലൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ നമുക്കൊരു ഫംഗ്ഷനും ആ ഒരു പ്രോഗ്രാമിന്റെ കോഡും തരും നമുക്ക്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓക്കെ എന്ത് ചെയ്യണം? അതിന്റെ കോംപ്ലക്സിറ്റി ഐഡന്റിഫൈ ചെയ്യണം. ഇത് നിങ്ങൾ അൽഗോരിതം അനാലിസിസ് എപ്പോ പഠിക്കുകയാണെങ്കിലും ഗേറ്റിന്റെ എക്സാമിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെയുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഒരെണ്ണം നമ്മുടെ നോട്ട്ബുക്കിൽ KTV നോട്ട്സിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓക്കെ ക്വസ്റ്റ്യൻസ് അതിൽ നോക്കി പിന്നെ പഠിച്ചാൽ മതി. ഓക്കെ. ഓക്കെ മാം. ആ അപ്പൊ ഇതിലൊരു നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനിൽ ഓക്കെ. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതായത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തില് നമ്മുടെ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ മെമ്മറിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ഇപ്പൊ നമുക്കൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? സ്പേസ് വേണ്ടി വരും. പിന്നെ ആ ഒരു മെമ്മറിനെ നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം, പ്രോസസ് ചെയ്യണം. അപ്പൊ പ്രോസസ് ഓക്കെ. ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്രോഗ്രാമില് എന്തൊക്കെ പാർട്ടാണ് നമ്മൾ വേരിയബിൾ ആയിട്ട് വേണ്ടതും അതുപോലെ തന്നെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ കൂടുതലും വരുന്നത് ഓക്കെ. നമ്മുടെ ലൂപ്പ് പാറ്റേൺ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഇപ്പൊ ലൂപ്പ് പാറ്റേണിലാണെങ്കിൽ ആ നമ്മൾ ആ ഏതിലാണോ ലൂപ്പ് പാറ്റേൺ വരുന്നത് അല്ലെങ്കിൽ ഏത് വാല്യൂ ആണോ നമുക്ക് അപ്ഡേറ്റ് ലൂപ്പ് ഒരു വാല്യൂല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെ? അപ്പൊ ഓക്കെ. ആ അതെ. വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ഏത് വാല്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ലൂപ്പ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ഓക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ലൂപ്പ് പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അത് ഓക്കെ. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന്റെ ലൂപ്പ് പാറ്റേൺ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ഐട്രേഷൻസ് ഉണ്ട്, അതില് നമ്പർ ഓഫ് ഐട്രേഷൻസ് എത്ര ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. ഓക്കെ. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ലൂപ്പ് പാറ്റേണിൽ വരുന്ന ഇപ്പോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് IMG ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ I ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ഫോർ I. ഇങ്ങനെ ഓക്കെ. ചെയ്ത് കഴിയുമ്പോഴാണ് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതില് ഫസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇനീഷ്യലൈസേഷൻ ആണ്. ഇതിലെന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഫംഗ്ഷൻ ഇൻ ദി എൻ. ഇപ്പൊ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇനീഷ്യലൈസ് ചെയ്യണതിന് പ്രത്യേകിച്ച് നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് പ്രത്യേകിച്ച് അല്ലെ ടൈമോ അല്ലെങ്കിൽ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് കൗണ്ടിനെ മാത്രം അല്ല സോറി എന്നിനെ മാത്രം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഒന്നും ഇല്ല, എത്ര ടൈം വർക്ക് ചെയ്യണമെന്നോ അങ്ങനെ ഫ്രീക്വൻസി ഒന്നും നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അല്ലെ? ആ ഇനി അതെ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഇവിടെ ഒരു വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാണ്, കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ആ അപ്പൊ അതിന് ഒരു വേരിയബിൾ ആണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണുള്ളത്, വൺ ടൈം നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലെ? അപ്പൊ അതിന്റെ അതെ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പ്രാവശ്യം നമ്മൾ എഴുതുന്നുള്ളൂ, സോ വൺ ടൈം ആണ്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1. ഓക്കെ അല്ലേ? ഓക്കെ. ആ. ഇനി അടുത്തൊരു കേസിൽ എന്ന് പറയുന്നത് ഇൻറ്റ് I ഈക്വൽ ടു n/2, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, I പ്ലസ് പ്ലസ്. അപ്പൊ ഇതില് I എന്ന് പറയുന്നത് നമുക്ക് എവിടം വരെ പോകുന്നുണ്ട്? I ഈസ് ഈക്വൽ ടു n/2 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. I എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ n/2 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെ? ഇനി I അതെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, എവിടം n/2 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എവിടം വരെ പോകുന്നുണ്ട്? n വരെ നമ്മൾ പോകുന്നുണ്ട്. അല്ലെ? അപ്പൊ ഇപ്പൊ നമുക്ക് 4 ആണെന്ന് വിചാരിക്കുക. n4 ആണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്ന? 4/2, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അല്ലെ? അടുത്തത് I അതെ. ഇൻക്രിമെന്റ് ചെയ്തു, അടുത്തത് എന്തായി? 3 ആയി. അടുത്തത് ഇൻക്രിമെന്റ് ചെയ്തു, 4 ആയി. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലെ? ചെക്ക് ചെയ്യുന്നുണ്ട് അതെ. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ. അപ്പൊ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവുമ്പോ കേസിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ n 4 ആയ സമയത്ത് എത്ര ഇറ്ററേഷൻ വന്നു? 4/2
പ്ലസ് 1, അതായത് 3 വന്നു. 4/2 പ്ലസ് 1 ഐട്രേഷൻ ഇത് വന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഇവിടെ. അപ്പൊ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? n എത്രയാണോ കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. അവിടം വരെ നമ്മുടെ ലൂപ്പ് പോകുന്നുണ്ട്, ഫ്രീക്വൻസി പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഓക്കെ. വലിയ വേരിയബിൾ എന്ന് പറയുന്നത് ഏതാ? n. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ എങ്ങനെ എടുക്കുക? ഓർഡർ ഓഫ് n/2 എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. എപ്പോഴും n-ന്റെ ടേമിലെ പറയുള്ളൂ. n/2 അങ്ങനെ നമ്മൾ പറയില്ല. അപ്പോ അതിലുള്ള ആ വലിയ ഫാക്ടർ ഏതാ? n. അപ്പോ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n. n. ഓക്കെ, ഇനി അടുത്തൊരു ലൂപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ലൂപ്പ് പാറ്റേൺ ഏതാ? j എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? 1 നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. n എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിപ്പോ 6 കൊടുക്കാന്ന് വിചാരിക്കാം. 6 കൊടുക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ പോകും? 6 ആണോ എന്ന് ചെക്ക് ചെയ്യും. j ഇസ് ഈക്വൽ ടു 2 സ്റ്റാർ j. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താ? 2 സ്റ്റാർ 1, അല്ലെ? ഓക്കെ. രണ്ടാമത്തെ കേസിൽ 2 സ്റ്റാർ 2, മൂന്നാമത്തെ കേസിൽ 2 സ്റ്റാർ 3, നാലാമത്തെ കേസിൽ 2 സ്റ്റാർ 4, അടുത്തത് 2 സ്റ്റാർ 5, അടുത്തത് 2 സ്റ്റാർ 6, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 2 ഇവിടെ കോമൺ ആണ്, അല്ലെ? അതിനെ നമുക്ക് എന്ത് പറയാം? 2⁻0. അതായത് ഓക്കെ. കെ എന്ന് പറയുമ്പോൾ കെ ഇസ് ഈക്വൽ ടു ഓരോ ഇറ്ററേഷനിലും നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ഓരോ ഇറ്ററേഷനിലും 2⁻2 2 ഇൻറ്റു 2 2 ഇൻറ്റു 3 2 ഇൻറ്റു 4 2 ഇൻറ്റു അങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ആ എന്ന് പറയുന്നത് എവിടെങ്കിലും 2 സ്റ്റാർ എന്ന് നമ്മൾ കണ്ട, അല്ലെങ്കിൽ കെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2, അങ്ങനെ ഒരു ഇറ്ററേഷൻ ഓർത്തിരിക്കുക. കെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2 അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം. ആ ഓക്കെ, അപ്പൊ അതിന്റെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണത് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 ലെസ് ദാൻ ആ ഓർ n, ഇവിടെ 2 ഇൻറ്റു j, അതായത് കെക്ക് പകരം ഇവിടെ j യൂസ് ചെയ്തു. അങ്ങനത്തെ ഒരു ടേം വരികയാണെങ്കിൽ ലൂപ്പ് ആ ടെർമിനേറ്റ് ചെയ്യണത് എപ്പോഴായിരിക്കും? അതായത് 2⁻i ഈക്വൽ ടു n എന്ന് പറയുന്ന ടേമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ഈ ഒരു ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ, 2⁻i ഈക്വൽ ടു n എന്ന് പറയുന്ന കേസിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ഐയുടെ വാല്യൂ കിട്ടണ്ടേ? ഐയുടെ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പൊ ഐയുടെ 2⁻i ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുക? ലോഗ് n, അതായത് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ലോഗ് n ടു ദ ബേസ് 2 എന്നായിരിക്കും നമുക്ക് വരും. ഓ ഓക്കെ. ഓക്കെ, അപ്പൊ ഐയുടെ ആ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ലോഗ് n ടു ദ ബേസ് 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ലോഗ് n ടു ദ ബേസ് 2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ഈ ഓക്കെ. കേസിലാവുമ്പോ നമ്മൾ എവിടം വരെ പോകുന്നേ? അപ്പൊ ലോഗ് n ഉണ്ട്, അല്ലെ? ആ ലോഗ് n ആണ് ഇവിടെ. ക്ലിയർ? ആ ഇനി അതിന്റെ യെസ്. മുന്നത്തെ ലൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ആ തൊട്ട് മുന്നിലത്തെ ലൂപ്പ് എന്ന് പറയുന്നത് എത്രയാ? n/2 ടേം. അപ്പൊ n/2 ഓക്കെ. ഇൻറ്റു ലോഗ് n. പിന്നെ ഒരെണ്ണം കൂടി ഓക്കെ. ചെക്ക് ചെയ്യും. +1 ഇവിടെ ഈക്വൽ ടു n അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പൊ എന്തായാലും എന്ത് വരും? +1 കൂടി വരും. അപ്പൊ ഇതിന്റെ ഒരു ടേം എന്ന് പറയുന്നത് എന്താ? ഓർഡർ ഓഫ് n ലോഗ് n. ആ ക്ലിയർ? ക്ലിയർ ആണ് മാം. ഇനി ഈ ഒരു കേസിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് n/2 ഐട്രേഷൻ ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതി, അല്ലെ? ആ ഇനി അതെ. ഇവിടുത്തെ ഒരു ടേമിൽ നമ്മൾ എന്താ പറഞ്ഞത്? 2⁻n ആണെങ്കിൽ log n വരും നമുക്ക്. ആ ഇനി നമ്മുടെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇങ്ങനത്തെ ഒരു 2 സ്റ്റാർ k എന്ന് പറയുമ്പോൾ log n തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? log n. പിന്നെ ഒരു ലൂപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് +1 കൂടെ വരും. ഓക്കെ മിസ്, ആ n/2 ആദ്യത്തെ ലോഗിൻ വന്നേക്കുന്നത് k ഇൻറ്റു ഈ 2 n/2 വന്നേക്കുന്നുണ്ട്. ഈ n/2 ആണ് നമ്മൾ ഇവിടുത്തെ n/2. ഓക്കെ അല്ലെ? ഇൻറ്റു, അതായത് ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ലൂപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ആ, അപ്പൊ ഈ രണ്ട് ലൂപ്പും എക്സിക്യൂഷൻ ചെയ്തിട്ടല്ലേ ഇതിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ആ ഇതിന് നമ്മൾ എത്രയാന്ന് പറഞ്ഞു? n/2 ആന്ന് പറഞ്ഞു, ഓക്കെ. അല്ലേ?
ഇനി ഈ ലൂപ്പിന്റെ അതെ എന്ന് പറയുന്നത് എത്രയാ n/2 log n ആണ്. ഉം അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇനി ഇൻറ്റു ഈ ലൂപ്പിന്റെ log n. ഓക്കെ അപ്പോ ഓക്കെ n/2 into log n into log n. That is equal to order of n log n log n. ക്ലിയർ ആണോ? ഓക്കെ ഇതാണ് ഒരു കേസ്. അപ്പൊ ഈ ഒരു കേസ് കണ്ടുപിടിക്കാൻ ക്ലിയർ ആണോ? അതെ മാം ഓക്കെ. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മള് n log n log n. ഇവിടെ ലോഗ് ഓഫ് n എന്ന് പറയുന്നത് എന്താ? ബേസ് 2 ആണ്. എപ്പോഴും നമ്മള് log n മാത്രമായിട്ട് എഴുതും. ഓക്കെ എന്ന് വിചാരിക്കും. ഓക്കെ ആ ഇനി വേറൊരു കേസ്. ഒരു സിമ്പിൾ ഒരെണ്ണം ചെയ്യാം. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനില് ഇൻഡ് n. ഇനി ഇതിന് നമുക്ക് വേറെ ഫ്രീക്വൻസി ഒന്നുമില്ല. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇഫ് n ഈക്വൽ ടു 1, അതായത് n ഈക്വൽ ടു, ഒരു മിനിറ്റ് ഇട്ടാ ഫോൺ ഉപയോഗിക്കാം. ഇഫ് n ഈക്വൽ ടു 1, അതായത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയാ? ഒരു പ്രാവശ്യം അത് ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1. ഓക്കെ ആണോ? ഓക്കെ ആ ഇനി അടുത്ത കേസിൽ നോക്കിയേ. 1 മുതല് n വരെ പോകുന്നുണ്ട്. 1 മുതൽ n വരെ പോകും. അപ്പൊ എത്ര വരും? n വരെ ആകുമ്പോ n കേസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എത്ര വരും? n+1. അപ്പൊ ഇതിലത്തെ ടേം എന്ന് പറയുന്നത് ഏതാ? ഓർഡർ ഓഫ് n. ഓക്കെ ആണോ? പക്ഷെ ഇതിലപ്പൊ n/2 എടുക്കണ്ടേ? അല്ല, ഇത് തന്നേക്കണ ഒരു ഇക്വേഷനാ. ഓക്കെ ഓക്കെ ഇത് മാം തന്നേക്കണ ഒരു പ്രോഗ്രാം കോഡിന്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. അതിന്റെയാണ് നമ്മൾ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണേ. ഇവിടെ ഒരു പ്രോഗ്രാം കോഡിൽ നേരത്തെ n/2 തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ കണ്ട? ഓക്കെ അപ്പൊ ഇവിടെ ആ എന്ന് പറയുന്നത് സോറി 1 ന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. n വരെ പോകുന്നുണ്ട്. അപ്പൊ n+1 ആയിരിക്കില്ലേ? ഓക്കെ ആ ഇനി ഇത് വീണ്ടും നമ്മൾ എന്താ? j ഈസ് ഈക്വൽ ടു 1 to n. ഈ ഒരു ലൂപ്പിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താണ് വരണത്? ഈ ലൂപ്പ് ഉണ്ട് ഇവിടെ. j ഈസ് ഈക്വൽ ടു 1 to j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പൊ എത്ര ടൈംസ് തന്നെയാണ് പോണത്? n+1 ടൈംസ് തന്നെയാണ് പോണത് അല്ലേ? n അല്ല, അതെ n+1 ടൈംസ് ആണ് പോണത്. അപ്പൊ ഈ പ്രിന്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് ലൂപ്പിലാ നിക്കണേ. അതായത് ഇതിന്റെ അണ്ടറിൽ വരുന്ന ലൂപ്പ് അല്ല അത്. ഓക്കെ, ഇത് പുറത്തുള്ള ലൂപ്പാ. അതുകൊണ്ടാണ് കുറച്ച് ടാബ് നീക്കി വെച്ചേക്കണേ. ഇതിന്റെ നോക്കിയേ, ജസ്റ്റ് താഴേക്കാണ് വന്നേക്കണേ. ഇതിന്റെ എന്ന് പറയുന്നത് ഈ ലൂപ്പേ അല്ല. ഈ ലൂപ്പായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. അതുകൊണ്ടാണ് ഇവിടെ n+1 മാത്രം വന്നത്. ഇവിടെ n+1. അപ്പൊ ഇതിന്റെ കോംപ്ലക്സിറ്റി പറയുന്നത് ഓർഡർ ഓഫ് n. ഇനി ഈ ലൂപ്പ് എത്രയാണോ വർക്ക് ചെയ്യണേ അത്ര തന്നെ ആയിരിക്കില്ലേ പ്രിന്റ് എഫും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എത്രയാ? ഓർഡർ ഓഫ് n തന്നെ. ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും അത്ര തന്നെ ആയിരിക്കില്ലേ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓർഡർ ഓഫ് n. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? എല്ലാ n+1 ആണോ? എല്ലാം n+1 n+1. അപ്പൊ ഇതിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഓർഡർ ഓഫ്. ഓക്കെ ഓക്കെ അല്ലേ? ഇനി അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം ഓക്കെ. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നോക്കട്ടെ. കുറച്ചും കൂടി ഇതായിട്ടുള്ള കേസ്. ഓക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ എക്സാമിന് ചോദിക്കാം കേട്ടോ. ഓക്കെ
ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ ഫോളോയിങ് 3 ഫംഗ്ഷൻസ്. 3 ഫംഗ്ഷന്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 3 ഫംഗ്ഷൻ ഓക്കെ. ഉണ്ടെങ്കിൽ 3 ഫംഗ്ഷന്റെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇനി അപ്പൊ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 റിട്ടേൺ n. 2 സ്റ്റാർ ഫംഗ്ഷൻ ഓഫ് n മൈനസ് 1 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അതായത് 2 കേസ് വരും. അതായത് നമ്മൾ ഫംഗ്ഷനിലേക്ക് കടന്നു, n എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെയൊക്കെ വരാം? ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. 2 കേസ് വരില്ലേ? 2 കേസിലാണെങ്കിലും ഒറ്റ പ്രാവശ്യമല്ലേ ഇവിടെ ചെക്ക് ചെയ്യുള്ളൂ. അതെ. ആ അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയാ? 1. 1. ഇനി അതിന്റെ ഉള്ളിലേക്ക് കയറി, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അത് ഒറ്റ പ്രാവശ്യമല്ലേ ചെക്ക് ചെയ്യുള്ളൂ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം റിട്ടേൺ n, ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്യും? n റിട്ടേൺ ചെയ്യും. ഇനി ഇത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറുമോ? ഇല്ല. ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എന്തിട്ടേക്കുന്നത്? 0. ഓക്കെ. ഓക്കെ. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ, ഇവിടെ ഇനി ഇത് കറക്റ്റ് ആണെങ്കിൽ, അതായത് ഇത് ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറും. ഫോൾസ് ആണെങ്കിലല്ലേ ഈ കണ്ടീഷൻ എക്സിക്യൂഷൻ ചെയ്യണേ? അതെ. അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എത്ര പ്രാവശ്യം എക്സിക്യൂഷൻ ചെയ്യും? ഇവിടെ ഓൾറെഡി ഇതിന്റെ ലൂപ്പിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എന്തുണ്ട്? ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്, ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ 1 ടൈം അവിടെ അതിന്റെ കോംപ്ലക്സിറ്റി വരുന്നുണ്ട്, ഓർഡർ ഓഫ് 1 വരുന്നുണ്ട് അല്ലേ? ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഇത് വിളിക്കുന്നുണ്ടാവും? ഒരു 6 ആണ് നമ്മൾ ഈ n-ന്റെ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് ഇത് എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ടായിരിക്കും? 6 മൈനസ് 1. കാരണം എന്താ? n മൈനസ് 1 ആണ് ഇവിടെ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് n മൈനസ് 1 ആവില്ലേ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? t ഓഫ് n മൈനസ് 1 എടുക്കാം. അതാണ് ഇവിടെ. ഓക്കെ. അപ്പൊ ഇനി 2 വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 ടൈം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ 1 പ്ലസ് ഇവിടെ 1 ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കയറാനുള്ള ടൈം 1. അപ്പൊ എന്ത് വരും? 2 പ്ലസ് t ഓഫ് n മൈനസ് 1. ഓക്കെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാ ഓക്കെ അല്ലേ? അതെ മാം. ഇനി അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇനി നമുക്ക് മറ്റേ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം നോക്കാം. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് അറിയോ? അല്ലേ? അതെ. അതിന്റെ ക്വസ്റ്റ്യൻ അറിയാം. ഓഫ് n ആണ് പ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇല്ലേ? അത് പറഞ്ഞു. അതറിയാം. അത് ഐട്രേഷൻ മെത്തേഡ് അതൊക്കെ വെച്ചിട്ടാണോ? റിക്കർഷൻ ട്രീ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതാണോ അറിയാത്തെ? പക്ഷെ ആ 3 മാർക്കിന് വരുന്നതും പിന്നെ റിക്കർഷൻ ട്രീയും അങ്ങനത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻ നോക്കട്ടെ.
ഇതില് മൂന്ന് ടൈപ്പ് കോംപ്ലക്സിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യണത്. വേണ്ടിട്ടോ. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ബ്ലാങ്ക് ഇപ്പൊ കാണുന്നു. അപ്പൊ ഇതില് 3 കോംപ്ലക്സിറ്റി ആണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, കറച്ചില്ല. Okay. അപ്പോ ഇനി നമുക്ക് ഇതില് കോംപ്ലക്സ് ഇവിടെ ഇല്ലേ പാർവതി? യെസ് മാം. ഇവിടെ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, ആവറേജ് കേസ് കോംപ്ലക്സിറ്റി, അങ്ങനെ 3 ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റി ഉണ്ട് നമുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തരുന്ന സൊല്യൂഷൻ, അതായത് നമുക്ക് തരുന്ന പ്രോബ്ലത്തില് ആ പ്രോബ്ലത്തിന്റെ ഇപ്പൊ ഒരു അറേ ആണെങ്കിൽ ആ അറേ എന്ന് പറയുന്നത് നമുക്ക് സോർട്ട് ചെയ്യാനാ പറയണേന്ന് വിചാരിക്കുക ക്വസ്റ്റ്യനില്.
അപ്പൊ ഓക്കെ അങ്ങനെ ഒരു കേസിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേ എന്ന് പറയുന്നത് ഓൾറെഡി സോർട്ടഡ് ആണെങ്കിൽ ഓക്കെ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ഓക്കെ ബട്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് n ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ n ഐറ്റംസ് വരെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ആ n ഓക്കെ ഐറ്റംസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് സോർട്ടഡ് ആണെന്നുള്ളത് കിട്ടും അല്ലേ? ഓക്കെ അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ടേംസ് ആയതുകൊണ്ട് ഓർഡർ ഓഫ് n ആയിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയാം നോർമലി ഓക്കെ അല്ലേ? ആ അപ്പൊ അതിന് നമ്മൾ ബെസ്റ്റ് കേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് ഒമേഗ ഓഫ് n എന്നാണ് പറയുക. സാധാരണ നമ്മൾ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മള് ഓർഡർ അതായത് ഓർഡർ എന്നിന്റെ ടേമിൽ മാത്രം എഴുതിയാൽ മതി. അതായത് ഓ ഓഫ് എന്ന് പറയുന്ന ടേമിൽ മാത്രം എഴുതിയാൽ മതി. അവര് ഡിഫറൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒമേഗ ഓഫ് എൻ ഓർഡർ ഓഫ് എൻ സ്ക്വയർ തീറ്റ ഓഫ് എൻ സ്ക്വയർ അങ്ങനെ പറയുന്നതാണ്. ഓക്കെ അപ്പൊ ഓക്കെ ഓർഡർ ഓഫ് ആ എൻ ഇതിൽ നമ്മൾ ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒമേഗ ഓഫ് എൻ ആയിരിക്കും നമുക്ക് വരും. ഓക്കെ ഓക്കെ ഇനി വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. അതായത് നമുക്ക് ഇപ്പൊ അസെൻഡിങ് ഓർഡറിലാണ് അതിനെ സോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത് ഡിസെൻഡിങ് ഓർഡറിൽ ഓൾറെഡി സോർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറെ ടൈം നമുക്ക് അല്ലേ? അതായത് 2 മടങ്ങ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ഒരു പ്രാവശ്യം നോക്കുമ്പോ ആദ്യത്തെ എലമെന്റ് സോർട്ട്, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എന്താ രണ്ടാമത്തെ എലമെന്റ് സോർട്ട് ആവും. അപ്പൊ അങ്ങനെ n സ്ക്വയർ ടേമിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അതിനെ എക്സിക്യൂഷൻ ചെയ്യേണ്ടി വരും ആ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കും. ഏറ്റവും വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വേസ്റ്റ് കേസ് ആയിരിക്കും. ഓർഡർ ഓഫ് n സ്ക്വയർ എന്നാണ് അതിനെ നമ്മൾ ഓക്കെ. ഓക്കെ ഇനി ആവറേജ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് കേസ് അതായത് മാക്സിമം ഐട്രേഷനിലേക്ക് പോവില്ല, അതിന്റെ ഒരു ഹാഫിൽ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ശരിക്ക് നമ്മള് ആവറേജ് കേസിന് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് മാക്സിമം അല്ല എന്നാ ബെസ്റ്റ് കേസും അല്ല അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക തീറ്റ ഓഫ് എൻ സ്ക്വയർ. ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇതാണ് ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ വരെ. ഇത് എഴുതുമ്പോൾ ബെസ്റ്റ് കേസിന് ഒമേഗ, വേസ്റ്റ് കേസിന് ഓർഡർ ഓഫ് എൻ സ്ക്വയർ, മറ്റേതാകുമ്പോൾ തീറ്റ ഓഫ് എൻ സ്ക്വയർ. അതിനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അസിംപ്റ്റോട്ടിക് നോട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? ഇനി അതിലൊരു ഫിഗർ ഒക്കെ ഉണ്ട്, അസിംപ്റ്റോട്ടിക് നൊട്ടേഷന്റെ ഒരു ഗ്രാഫ് ഇല്ലേ? ആ ഗ്രാഫ് ഒന്ന് നോക്കി വെക്കണേ. ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യാം ഒമേഗ നൊട്ടേഷൻ. ഇതില് ഒന്ന് കട്ട് ചെയ്തിട്ട് റീജോയിൻ ചെയ്യണ്ടേ. ആണോ? കേൾക്കത്തില്ലായിരുന്നോ? ഒന്ന് ഓഫ് ചെയ്തിട്ടേ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ ഓക്കെ